നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തിരിഞ്ഞുകുത്തുന്ന കുന്തമുന. സോളാറിലും ബാറിലും സർക്കാരിനെതിരെ ആക്രമണത്തിന്റെ കുന്തമുന തീർത്ത പ്രതിപക്ഷത്തിനു നേരെ അതേ ആയുധം തിരിച്ചുവിടുന്ന രാഷ്ട്രീയ തന്ത്രവുമായി മുഖ്യമന്ത്രിയും UDF-ഉം. സർക്കാരിനെ അട്ടിമറിക്കാൻ CPM സരിതയെ കൂട്ടുപിടിച്ചെന്ന വിവാദം കത്തിക്കാൻ മുന്നണി തീരുമാനം. സോളാർ ആരോപണങ്ങൾക്ക് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന UDF തീരുമാനം പുതിയ നീക്കത്തിന്റെ ഭാഗം. CPM തനിക്ക് 10 കോടി രൂപയും വീടും വാഗ്ദാനം ചെയ്തെന്ന സരിതയുടെ മുൻ വെളിപ്പെടുത്തൽ പാർട്ടി നിഷേധിക്കാത്തത് വിനയാകും. സർക്കാരിനെതിരെ തെരുവ് യുദ്ധം തുടങ്ങിയ LDF-ന് തിരിച്ചടിയായി TP ശ്രീനിവാസനു നേരെ SFI നേതാവ് നടത്തിയ ആക്രമണം. കോഴ ആരോപണങ്ങളിൽ നിന്ന് CPM-ന്റെ അക്രമ സമരത്തിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിട്ട് ഭരണപക്ഷ തന്ത്രം. TP ശ്രീനിവാസൻ വിഷയത്തിൽ കടുത്ത വിമർശനമേറ്റ CPM തെരുവ് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി സമാധാന പ്രക്ഷോഭത്തിലേക്ക്. പോലീസിനെ കല്ലെറിയുകയും ആക്രമിക്കുകയും ചെയ്യുന്ന സമരത്തിന് CPM ഇല്ലെന്ന് കോടിയേരി. അക്രമ സമരത്തെ അപലപിച്ച് സ്വരം മയപ്പെടുത്തി പിണറായിയും. ലഹരിയിൽ പുതുകലഹം. മദ്യനയത്തെ ചൊല്ലി CPM-ഉം മറുപടിയുമായി കോൺഗ്രസും രാഷ്ട്രീയ പ്രചരണത്തിൽ പുതിയ പോരിന്. അധികാരം കിട്ടിയാൽ UDF-ന്റെ മദ്യനയം തിരുത്തുമെന്ന് കോടിയേരി പറഞ്ഞതിന് പിന്നാലെ CPM-ന് മദ്യലോബിയുമായി അവിശുദ്ധ ബന്ധം ആരോപിച്ച് VM സുധീരൻ. മദ്യനിരോധനമല്ല, വർജനമാണ് ഇടതുനയം എന്ന് വ്യക്തമാക്കുന്ന CPM അക്കാര്യം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താനും ഒരുക്കം. ജനപിന്തുണ നേടിയ നയം തിരുത്തുമെന്ന LDF പ്രഖ്യാപനം ജനവഞ്ചനയെന്ന് KPCC പ്രസിഡന്റ്. മദ്യത്തിന്റെ കാര്യത്തിൽ ഉദയഭാനു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതായിരിക്കും CPM നയമെന്ന് സംസ്ഥാന സെക്രട്ടറി. കള്ളുചത്ത വ്യവസായത്തിന് മുൻഗണന നൽകുന്ന ഇടതുമുന്നണി വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കും. UDF-ന്റെ മദ്യനിരോധന സങ്കല്പം അർത്ഥശൂന്യമെന്നും കോടിയേരി. കത്തിത്തീരാതെ സോളാർ. സോളാർ കേസിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കത്തിനിൽക്കെ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്ക് കാത്ത കേരളം. കമ്മീഷൻ മുൻപാകെ സരിതയുടെ വിസ്താരം നാളെയും തുടരും. മുഖ്യമന്ത്രിക്കും മകനുമെതിരായ സാമ്പത്തിക അഴിമതിയിൽ തെളിവുകൾ കൈമാറുമെന്ന് സരിത. ചാണ്ടി ഉമ്മനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെളിവായി കോൺഗ്രസ് നേതാവിന്റെ ശബ്ദരേഖ കൈവശമുണ്ടെന്ന് പുതിയ വെളിപ്പെടുത്തൽ. മുഖ്യന് കൈമാറിയ പണം തിരികെ ആവശ്യപ്പെട്ട് 2 ആഴ്ച മുൻപും ഉമ്മൻചാണ്ടിയെ വിളിച്ചിരുന്നതായും വെളിപ്പെടുത്തൽ. നാണക്കേട് നീങ്ങി. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര തൂത്തുവാരി ഇന്ത്യ. സിഡ്നിയിൽ നടന്ന അവസാന മത്സരത്തിൽ ജയം 7 വിക്കറ്റിന്. ഓസീസ് നായകൻ ഷെയ്ൻ വാട്സണിന്റെ സെഞ്ചുറി പാഴായി. വിരാട് കോഹ്ലി പരമ്പരയിലെ താരം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസ്ട്രേലിയ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 197 റൺസ്. വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് ഇരട്ട സെഞ്ചുറി. കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും അർദ്ധ സെഞ്ചുറി. കൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യക്ക് അവസാന പന്തുകളിൽ ജയമൊരുക്കിയത് റെയ്നയുടെയും യുവരാജിന്റെയും ഫിനിഷിംഗ്. 124 റൺസ് എടുത്ത ഷെയ്ൻ വാട്സൺ കളിയിലെ താരം. പരമ്പര നേട്ടത്തോടെ ഏകദിന പരമ്പര 4-1 തോറ്റതിന്റെ ക്ഷീണത്തിൽ നിന്ന് ടീം ഇന്ത്യക്ക് മോചനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2510 രൂപ. പവൻ 20,080 രൂപ. വെള്ളി ഗ്രാമിന് 37.39 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.